ബേബീസിന് ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ഡയപ്പർ ചേഞ്ചിങ് ടൈം. അതായത് ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും ബേബീസിന്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ബേബീസ് സ്റ്റൂൾ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ചേഞ്ച് ചെയ്യാം. സെക്കൻഡ് വൺ, ഡയപ്പർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആൻഡ് ബ്രീത്തബിൾ മെറ്റീരിയൽ ആയിരിക്കണം. പിന്നെ അത് ഫ്രാഗ്രൻസ് ഫ്രീ ആയിരിക്കണം, ഹൈപ്പോ അലർജനിക് ആയിരിക്കണം, കൂടാതെ നല്ല അബ്സോർബിൾ മെറ്റീരിയലും ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ചൂസ് ചെയ്യുന്ന ഡയപ്പറിന്റെ സൈസ് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളത്. ഒരുപാട് ടൈറ്റ് ആയാലും ലൂസ് ആയാലും ഡയപ്പർ റാഷസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ബേബിയുടെ വെയിറ്റ് അനുസരിച്ചിട്ട് മാത്രം ഡയപ്പറിന്റെ സൈസ് ചൂസ് ചെയ്യാം. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഡയപ്പർ യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്ന കാര്യമാണ്. അതായത് നമ്മൾ വാട്ടർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട്, ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കി സൂക്ഷിക്കുക. ഇനി നമ്മൾ വൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത്, വെറ്റ് വൈപ്സ് പോലുള്ളതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വൈപ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് ആണ് ഡയപ്പർ ഫ്രീ ടൈം. ഇത് ഡെയിലി ഒരു 20 to 30 മിനിറ്റ്സ് എങ്കിലും ഡയപ്പർ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം കൊടുക്കുക ബേബിക്ക്. ഇത് നിങ്ങളുടെ ബേബീസിന്റെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും.